ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് വെണ്ടിയ. കേട്ടിട്ടുണ്ടോ വെണ്ടിയെക്കുറിച്ച്? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ആദ്യമായിട്ട് നിലക്കടലയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ്, അത് രണ്ടും നല്ല രീതിയിൽ വറുത്തെടുത്ത് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. ഞാൻ ഒരു തേങ്ങയിലാണ് ഈ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര. തേങ്ങ ജസ്റ്റ് ഒന്ന് വഴറ്റണം. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കണം. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാൻ ഏകദേശം ഒരു 5-6 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. അത് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചിട്ട് നമ്മുടെ തേങ്ങയിലോട്ട് ചേർക്കണം. തേങ്ങ നോക്കിയാൽ അറിയാലോ, അപ്പോൾ അധികം അതങ്ങനെ വറുത്തെടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടേ ഉള്ളൂ. ഇനി ഈ ശർക്കരയും തേങ്ങയും ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് വിളയിച്ചെടുക്കണം. അതിനകത്തുള്ള ജലാംശം എല്ലാം പോകുന്ന രീതിയിൽ നന്നായിട്ട് വിളയിച്ചെടുക്കണം. അതിനിടയിൽ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നിലക്കടലയും ചെറുപയർ പരിപ്പും, നിലക്കടല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഹോസ്റ്റലിലൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഏകദേശം ഒന്ന് വഴറ്റി, ഇപ്പോൾ ഏകദേശം അത് പാകമായി കേട്ടോ. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ നമ്മൾ കുറച്ചൊന്ന് എടുത്തിട്ട് ഒരു വാഴയില വെച്ചിട്ട് അതിനൊന്ന് ഈ കാണുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ പാകം കേട്ടോ. അപ്പോൾ ആ പാകം നോക്കിയിട്ട് നമ്മൾ ഇറക്കി വെക്കണം. പിന്നെ ഇത് നമ്മൾ നല്ല കുറച്ച് ചൂടോടുകൂടെ തന്നെ ഉരുട്ടിയെടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒന്ന് വാഴയിലയിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത്, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് അതിൻ്റെ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് ഷേപ്പാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളരെ നല്ല രുചിയാണ് ഇതിന്. പ്രത്യേകിച്ച് ആ ഫ്രഷായിട്ട് കഴിക്കുമ്പോൾ നല്ല നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന ഓയിലച്ചിയില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മാത്രമല്ല അതിന് ശേഷവും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 1 മാസം വരെയൊക്കെ ഇത് ആവാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ ഒരു തേങ്ങയിൽ ഉണ്ടാക്കിയപ്പോൾ ഏകദേശം ഈ ഒരു സൈസിൽ ഏകദേശം 20 ഇങ്ങനെയുള്ള വെണ്ടിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.